പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹാരിസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ വളരെ മരിച്ച വീട് പോലെയാണ് നമ്മുടെ ഹൈറിച്ചോളികളുടെ എല്ലാമായ ഗ്രൂപ്പുകൾ എല്ലാം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പ് മരിച്ചുപോയി എന്ന് തന്നെ വേണ്ട പറയാം. അവിടെ യാതൊരു വിധത്തിലുള്ള അപ്ഡേഷൻസും ഇടുന്നില്ല. സാധാരണ നമ്മുടെ 18-ാം തീയതി കിട്ടിയ 3 ആഴ്ചത്തെ ഇറക്കി വിടരുത് എന്നുള്ള ആ ഒരു സംഭവം പോലും അതിൻ്റെ സാധാരണഗതിയിൽ അവൻ ആദ്യം ഇംഗ്ലീഷ് ഇടും, പിന്നെ അതിനെ മലയാളീകരിച്ചിടും, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇടുന്നതാണ്. പക്ഷെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ വിധി സ്റ്റേ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ആൾക്കാർ ചോദ്യം ചെയ്യും. ഇത് വായിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യും എന്നുള്ളത് കൊണ്ട് അത് യാതൊരു വിധത്തിലുള്ള കാര്യവും അതിനെക്കുറിച്ച് യാതൊന്നും മിണ്ടുന്നില്ല. ആകെയുള്ളത് നമ്മുടെ അജിത് ഷാജിയുടെ ഒരു 28 സെക്കൻഡോ മറ്റോ ഉള്ള ഒരു വോയിസ് മാത്രമാണ്. നമ്മുടെ പ്രഗത്ഭരായ വക്കീലന്മാർ ബഡ്സ് കോടതി വിധി സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വോയിസ്, അതാണ് എല്ലാവർക്കും അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്നുള്ളത്. എന്നാൽ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ലിമിറ്റഡ് പ്രെയർ അതാണ്. അത് ജഡ്ജി ചോദിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇവരുടെ ഈ ചെറിയ ആവശ്യം നിങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തൂടെ എന്നാണ് ഗവൺമെൻറ്റിൻ്റെ PPയോട് ചോദിച്ചത്, GPയോട് ചോദിച്ചത്. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ് ദ പെറ്റീഷണർ ഹാസ് അപ്രോച്ച്ഡ് ദീസ് കോർട്ട് വിത്ത് എ ലിമിറ്റഡ് പ്രെയർ. ഈ ഒരു ആവശ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ അപ്പീലിന് പോകുന്നതിന് മുമ്പേ നമ്മളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കരുത് എന്നുള്ള ആ ഒരു പ്രെയർ. അപ്പീലിന് പോകുന്നതിന് മുന്നേ നമ്മളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കരുത്, പ്രായമായ അമ്മയും 2 പിഞ്ചു മക്കളും ഉള്ള വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡയറക്റ്റ് റെസ്പോണ്ട് നോട്ട് ടു ടേക്ക് എ കോർസീവ് എന്നുള്ള അർത്ഥം COERCIV കോർസീവിൻ്റെ അർത്ഥം ഇന്നലെ ബാരിക്ക എന്ന് പറയുന്നത് ക്രിപ്റ്റോയുടെ എല്ലാമായിരുന്ന ബാരിക്ക പറയുന്നത് ഒരാക്ഷനും എടുക്കാൻ പാടില്ല എന്നാണ്. കോർസീവ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലമായോ ഭീഷണിപ്പെടുത്തിയോ ഉള്ള നടപടികൾ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ചയായി ഒളിവിലാണ് ശ്രീനാ പ്രതാപൻ. അതുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ മൊബൈൽ ഓണാക്കിയാലല്ലേ ഭീഷണിപ്പെടുത്തൂ. അതുപോലെ തന്നെ ബലമായി അടിച്ചിറക്കാൻ വേണ്ടി അവിടെ ഉണ്ടെങ്കിലല്ലേ ബലമായിട്ട് അടിച്ചിറക്കൂ. അപ്പോൾ against the property of petitioner covered exhibit P1 പറയുന്ന ഇവരുടെ പ്രോപ്പർട്ടി, ഈ പെറ്റീഷണർ, അത് കോടതി പ്രത്യേകം ചോദിച്ചു, ഇവരുടെ മാത്രമല്ലേ വേണ്ടൂ എന്നുള്ളത്. എന്നുവെച്ചാൽ വേറെ കുറേ ആളുടെ കമ്പനി, 2-3 കമ്പനി, ഇവരുടെ 2-3 കമ്പനിയുടെ പ്രോപ്പർട്ടികളുണ്ട്. അതുപോലെ തന്നെ പ്രതാപൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. പ്രതാപൻ്റെ പ്രോപ്പർട്ടി ഒന്നും എടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേങ്കിൽ ശ്രീനാ പ്രതാപൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഫലമായി പിടിച്ചിറക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത കാര്യം, ഇന്നലെ നടന്ന സുപ്രധാനമായ ചില നീക്കങ്ങളാണ് നമ്മുടെ PMLA കോടതിയിൽ നടന്നിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേങ്കിൽ അവിടെ നടന്നത് ലീഡർമാർ എല്ലാവരും തന്നെ കമ്പനിക്കെതിരെ നിരയായി നിന്ന് മൊഴി നൽകുന്ന കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. എല്ലാവരും തന്നെ, എല്ലാ ലീഡർമാരും ഞങ്ങൾക്കിതറിയില്ലായിരുന്നു, ഞങ്ങൾ കമ്പനിയെ വിശ്വസിച്ചു പോയി, ഞങ്ങൾ കുറ്റക്കാരല്ല, പ്രതാപനാണ് കുറ്റക്കാരൻ എന്ന രീതിയിൽ എല്ലാവരും തന്നെ കമ്പനിക്കെതിരെ മൊഴി നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇവർക്കെതിരെ നടപടികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം തന്നെ കമ്പനിയാണ്, എല്ലാം നമ്മൾ അറിയാതെ ചെയ്തു പോയതാണ്. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇത് വലിയ തട്ടിപ്പായിരുന്നല്ലോ എന്നുള്ളത്. ഇപ്പം നമുക്ക് അവസാന നാളുകളിലാണ് നമുക്കിതിനെക്കുറിച്ച് ബോധം വരുന്നത് എന്നാണ് കമ്പനിയുടെ എല്ലാമായ ദിനിരാജ് മുതൽ 28-ാമത്തെ പ്രതിയായ നമ്മുടെ ജിനൽ ജോസഫ്,
അതുപോലെ തന്നെ പിജീഷ് എല്ലാവരും പറയുന്നത് നമുക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, തെറ്റ് ചെയ്തു പോയി, പ്രതാപൻ ഞങ്ങളെയും പറ്റിച്ചു സാറേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കമ്പനിക്കെതിരെ മൊഴി നൽകിയ ഇതിൻ്റെ പ്രതാപിൻ്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ വന്നത്. അതേപോലെയുള്ള കാര്യങ്ങൾ അതിനേക്കാൾ എല്ലാവരും തന്നെ പറയുന്നത് കമ്പനി തെറ്റ് ചെയ്തു, നമുക്കറിയില്ലായിരുന്നു, നമ്മൾ വിചാരിച്ചത് കമ്പനിയുടെ ലാഭമാണ് ഇങ്ങനെ വീതിച്ച് തരുന്നത് എന്നാണ്, ഇത് പോൺസി സ്കീമാണ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കറിയില്ലായിരുന്നു, നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് പ്രതാപനായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് എല്ലാവരും തന്നെ പറയുന്നത്. അത് ഇതൊരു ഒത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ലീഡർമാരെല്ലാവരും ഒത്തുകൊണ്ട് ഇത് കൂടുതൽ കമ്പനിയെ കുഴപ്പത്തിലാക്കുകയും ജയിൽ ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവരുടെ കൂടുതൽ നടപടികൾ ഇല്ലാതിരിക്കാൻ വേണ്ടി. ചില ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ തെളിവുകളോ ഒന്നും ശേഖരിക്കേണ്ട ആവശ്യമില്ല. ഇവർ കുറ്റവാളികളാണ് പറയുന്നത് നമ്മൾ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ. അത് അവർ കോടതിയിൽ അവരുടെ വക്കീലിനെ വെച്ചിട്ടാണ് ഇവർ സബ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിവരങ്ങൾ. പ്രതാപൻ്റെ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു എക്സ്റ്റൻഷനാണ്. അതിൻ്റെ കാര്യങ്ങൾ ഡേറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.